പി.കെ. ശശി വിജയിച്ചാൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഇ ഗോപാലകൃഷ്ണൻ പോസ്റ്റ് സ്വമേധയാ പിൻവലിച്ചു. 2017 താൻ കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും പി.കെ. ശശി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരിക്കെ ഇരു പാർട്ടികളും തമ്മിലുണ്ടായ ചില അസ്വാരസ്യങ്ങളായിരുന്നു പോസ്റ്റിടാൻ കാരണമായതെന്ന് ഇ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. താനും തന്റെ കുടുംബവും പി.കെ. ശശിക്ക് തന്നെയാണ് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഒറ്റപ്പാലത്ത് പി.കെ. ശശി ജയിച്ചാൽ കോൺഗ്രസ് പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് ഇ ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ചിത്രത്തിനൊപ്പമായിരുന്നു കുറിപ്പ്. എന്നാൽ ഇത് വിവാദമായതോടെ വെള്ളിയാഴ്ച രാവിലെ ഇ ഗോപാലകൃഷ്ണൻ പോസ്റ്റ് പിൻവലിച്ചു. 2017 താൻ കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും പി.കെ. ശശി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരിക്കെ ഇരു പാർട്ടികളും തമ്മിലുണ്ടായ ചില അസ്വാരസ്യങ്ങളാണ് പോസ്റ്റിടാൻ ഇടയായതെന്ന് ഇ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ പി.കെ. ശശിക്ക് തന്നെയാണ് താനും തന്റെ കുടുംബവും വോട്ട് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വോട്ട് പോലും നിഷേധിക്കാൻ അവസരം കൊടുത്തില്ല, നേതൃത്വം കൊടുത്തില്ല, ആരോടും വോട്ടർമാരോട് പറഞ്ഞിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. മാത്രമല്ല, അദ്ദേഹം ഒറ്റപ്പാലം സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായി വിജയിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിനാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വോട്ട് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാര്യമായിട്ട് എൻ്റെ പ്രവർത്തനം ഷൊർണൂർ മേഖലയിലായിരുന്നു. ഷൊർണൂർ UDF സ്ഥാനാർത്ഥിയുടെ കൂടെ അരിഗോവിന്ദ മാഷ്ട കൂടെയായിരുന്നു ഈ പ്രാവശ്യം എൻ്റെ കൂടുതൽ സമയം ചെലവഴിച്ചത്. തച്ചനാട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സമയം കിട്ടിയില്ല. അതിനിവിടെ എൻ്റെ ബൂത്തിൽ ഉൾപ്പെടെയുള്ള എൻ്റെ UDF പ്രവർത്തകർ അത് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമേ എടുത്തിട്ടുള്ളൂ. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണം 2017 ഞാൻ കോൺഗ്രസിൻ്റെ തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്ന സാഹചര്യത്തിൽ ചെറിയ ഒരു മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ആ മുറിവേൽപ്പിച്ചിൻ്റെ ഭാഗമായി മനസ്സിൻ്റെ ഉള്ളിലൊരു വിഷമം കൊണ്ട് എഴുതി വിട്ടതാണ്. എന്തായാലും അത് പറഞ്ഞാൽ എൻ്റെ നേതാക്കന്മാരെയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം നേരിട്ട് വിളിക്കുമെന്ന് എന്നെ പ്രതീക്ഷിച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമയക്കുറവായിരിക്കാം, തിരക്കിനിടയിൽ ഞങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇ ഗോപാലകൃഷ്ണന്റെ പോസ്റ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിക്കാർ നവമാധ്യമങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി വിടുമെന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടം തട്ടുന്ന ഒരു സമീപനവും താൻ സ്വീകരിക്കില്ലെന്ന് ഇ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഷൊർണൂർ മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് പി.കെ. ശശിയോടൊപ്പമുള്ള പ്രചാരണ പ്രവർത്തനത്തിൽ എത്താൻ കഴിയാതെ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കാരും അത് മുതലെടുക്കുന്നുണ്ട്, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. അത് അവർ മുതലെടുത്താലും UDFന് തച്ചനാട്ടുകരയിലെ UDFന് ഒരു കോറൽ പറ്റുന്ന ഒരു പ്രവർത്തനം ഭാവിയിൽ മനസ്സിൽ ഉദ്ദേശിക്കൂല, പ്രവർത്തിക്കൂല. ഒറ്റപ്പാലം മണ്ഡലത്തിൽ പി.കെ. ശശി MLA ആയി വരുമെന്നും ഇ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.